പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പരാജയമുറപ്പിച്ച കോൺഗ്രസും UDFും അവരുടെ 19ാമത്തെ അടവുമായി കളത്തിലിറങ്ങിയിരിക്കുകയാണ്. മറ്റൊരു തന്ത്രങ്ങളും വിജയിക്കാത്ത പാലക്കാട് വ്യാജ പ്രചരണങ്ങളിലൂടെ വിജയിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സൈബർ വിങ്ങിൻ്റെ ഏറ്റവും പുതിയ പദ്ധതി. അതിൻ്റെ ഭാഗമായി ഒരു നിര വ്യാജ പ്രചരണങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ ഇതേ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും സൈബർ വിങ് അഴിച്ചുവിട്ടിരുന്നു. അതിൽ പീസറിനെതിരായ ഒരു വ്യാജ പ്രചരണം പ്രസ് TV അടക്കം വാർത്തയാക്കുകയും അതിൻ്റെ പൊള്ളത്തരം തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട ഒരു വ്യാജ പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ കൊഴുക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാലക്കാട് ചിറ്റൂരിൽ നിന്നും 1326 ലിറ്റർ സ്പിരിറ്റുമായി ഒരു കോൺഗ്രസ് അനുഭാവി അറസ്റ്റിലാവുന്നത്. ഇതിന് പിന്നാലെ ഇയാളുടെ കോൺഗ്രസ് ബന്ധം വിവരിച്ചുകൊണ്ട് CPMന്റെ ജില്ലാ സെക്രട്ടറിയും MP രാജേഷ് മന്ത്രിയും അടക്കമുള്ളവർ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സ്പിരിറ്റ് കടത്തിൽ അറസ്റ്റിലായത് CPMന്റെ ലോക്കൽ നേതാവാണ് എന്ന നിലയിൽ ഒരു പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ സഹിതം വ്യാജ വീഡിയോ സഹിതം UDFുകാർ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പാലക്കാട് സ്പിരിറ്റ് പിടിച്ചത് CPM ലോക്കൽ നേതാവിൻ്റെ വീട്ടിൽ നിന്നും, പേര് അത്തിമണി അനിൽ. ഇത് തെളിയിക്കുന്നതിനായി ചില വീഡിയോ ദൃശ്യങ്ങൾ കൂടി ഇവർ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. മനോരമ അടക്കമുള്ള ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ ബൈറ്റുകളാണ് അവർ ചേർത്തിരിക്കുന്നത്. ഇതിൽ യാഥാർത്ഥ്യം ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ഫാക്ട് ചെക്കിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 1326 ലിറ്റർ സ്പിരിറ്റുമായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ചിറ്റൂരിൽ നിന്നും അറസ്റ്റിലായ വ്യക്തിയെക്കുറിച്ചുള്ള വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഓൺലൈനിൽ വന്നിരുന്നു. ആ വാർത്തയാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ വാർത്തയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഈ കേസിൽ അറസ്റ്റിലായ വ്യക്തിയുടെ പേര് മുരളി എന്നാണ് എന്ന്. ഈ മുരളിയുടെ കോൺഗ്രസ് ബന്ധം മന്ത്രി MP രാജേഷും CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇദ്ദേഹം ഫേസ്ബുക്കിലൂടെ ഷാഫി പറമ്പിലിന് വേണ്ടിയും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയും ഒക്കെ വോട്ട് അഭ്യർത്ഥിക്കുന്ന പോസ്റ്റുകൾ സഹിതം ഇവർ മാധ്യമപ്രവർത്തകരെ കാണിക്കുകയും ചെയ്തിരുന്നതാണ്. ഈ മുരളിയുടെ പേര് മാറ്റിയാണ് ഒരു CPM ലോക്കൽ നേതാവ് എന്ന പേരിൽ ഒരു വ്യക്തിയുടെ പേരിൽ മുൻപ് വന്ന വാർത്തകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വ്യാജ പ്രചരണം നടക്കുന്നത്. ഈ മുരളി കോൺഗ്രസുമായി അനുഭാവം പുലർത്തുന്നവരാണ് എന്ന് കോൺഗ്രസിൻ്റെ അവിടുത്തെ OBC മോർച്ചയുടെ നേതാവ് തന്നെ ഇന്ത്യ ടുഡേയോട് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനല്ല എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത്. സംഭവം എന്ത് തന്നെയായാലും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യം, ആരാണ് ഈ അത്തിമണി അനിൽ എന്നതാണ്. 2019 CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ ഒരു അത്തിമണി അനിൽ സ്പിരിറ്റ് കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അറസ്റ്റിലായിരുന്നു. അന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ് ഇപ്പോൾ ഈ വ്യാജ പ്രചരണത്തിനായി 2024 UDFുകാർ ഉപയോഗിക്കുന്നത്. അന്ന് ഈ അത്തിമണിയാലിനെ ഈ കേസിൽ പ്രതിയാകപ്പെട്ടതിന് പിന്നാലെ CPM അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ്. അയാൾ പിന്നീട് 2022 നിരവധി സ്പിരിറ്റ് കടത്ത് കേസുകളിൽ അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയുമാണ്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്, കോൺഗ്രസ് പാലക്കാട് പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം തരംതാണ നിലയിലുള്ള വ്യാജ പ്രചരണങ്ങൾ സംഘടിതമായി സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസും UDFിൻ്റെയും സൈബർ അണികൾ അഴിച്ചുവിടുന്നത്. നേരത്തെ ഡോക്ടർ പീസറിൻ എന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരായി വ്യക്തിപരമായി ഒരു വർഗീയ ചുവയുള്ള പ്രചരണം സംഘപരിവാറിൻ്റെ സഹായത്തോടെ ഇതേ UDF അണികൾ അഴിച്ചുവിട്ടിരുന്നു. അത് CAA സമരകാലത്ത് ഹിന്ദുക്കൾക്ക് ചികിത്സ നൽകില്ല എന്നൊരു ബോർഡ് പീസറിൻ തൻ്റെ ക്ലിനിക്കിൻ്റെ മുമ്പിൽ സ്ഥാപിച്ചു എന്നായിരുന്നു. എന്നാൽ അതിൻ്റെ വസ്തുത എന്തെന്നാൽ CAA സമരകാലത്ത് ചികിത്സയും നിർദ്ദേശങ്ങളും ഭരണഘടനാ വിശ്വാസത്തിൽ ഊന്നിയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ബോർഡ് പീസറിനും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അവരുടെ ക്ലിനിക്കിന് മുമ്പിൽ സ്ഥാപിച്ചിരുന്നു എന്നത് സത്യമാണ്. അതിലെവിടെയും ഹിന്ദുക്കൾക്ക് ചികിത്സ നൽകില്ലെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗങ്ങൾക്ക് ചികിത്സ നൽകില്ലെന്നോ ഉള്ള യാതൊരു പരാമർശവും ഉണ്ടായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. വീണ്ടും സരിനെ ഒരു വർഗീയവാദിയായി ചിത്രീകരിക്കാനും ഒരു ഹിന്ദു വിരുദ്ധനായി ചിത്രീകരിക്കാനും അതുവഴി പാലക്കാട് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ടാക്കാനും കിണഞ്ഞു പരിശ്രമിക്കുകയാണ് കോൺഗ്രസിൻ്റെ കൂടെയുള്ള സൈബർ അണികൾ.
എന്തായാലും കോൺഗ്രസ് പാർട്ടി ഈ പറയുന്ന പാലക്കാട് വല്ലാതെ കുഴങ്ങുകയാണ്. ഇന്ന് രാവിലെയും കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, മഹിളാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള കൃഷ്ണകുമാരി പാർട്ടി വിടുകയും CPM-നൊപ്പം ചേരുകയും ചെയ്തിരുന്നു. അതോടൊപ്പം പ്രാദേശികമായി അവിടുത്തെ ഒരു പഞ്ചായത്തിലുണ്ടായ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു കോൺഗ്രസ് BJP ഡീലിനെ കുറിച്ചും അവർ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയുണ്ടായി. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം പാലക്കാട് ആരംഭിച്ച ശേഷം കോൺഗ്രസ് BJP ഡീൽ തുറന്നു പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ് കൃഷ്ണകുമാരി എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും കോൺഗ്രസ് പാർട്ടി പരാജയം പാലക്കാട് ഉറപ്പിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് അവരുടെ ഈ വ്യാജ പ്രചരണങ്ങളിലൂടെ തെളിയുന്നത്.